ഇന്ന് നമുക്ക് നല്ലൊരു ഓലൻ്റെ റെസിപ്പി കാണാം. മത്തങ്ങയും വൻപയറും വെച്ചിട്ടുള്ള ഓലനാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കുമ്പളങ്ങ വെച്ചിട്ടല്ലേ ഓലൻ ഉണ്ടാക്കുക. കുമ്പളങ്ങ തന്നെ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ കുമ്പളങ്ങയും വൻപയറും വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലനാണ് ഈ ഒരു മത്തങ്ങയും വൻപയറും വെച്ചിട്ടുള്ള ഓലൻ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് വേണ്ടത് വൻപയറാണ്. 1/4 കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് ഇത്. കുതിർന്നു കഴിഞ്ഞപ്പോൾ ഒരു അരക്കപ്പൊക്കെ ഉണ്ട്. ഇനി ഇത് വെന്ത് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ഓലന് കുറച്ച് മതി, പുറകിലേക്ക് നിന്നാൽ മതി. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രമായിട്ട് ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പയർ വെന്തിട്ടാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം കുറച്ച് മതി കേട്ടോ. വെള്ളം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അവസാനം ഓലനായി വരുമ്പോഴേക്കും കറി ലൂസായി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം മതി. ഇതൊന്ന് വേവാനുള്ള വെള്ളം മാത്രം. ഇനി കുക്കർ അടച്ചിട്ട് നമ്മുടെ ചെറിയ ബർണറുള്ള അടുപ്പിൽ ഫുൾ ഫ്ലെയിമിലൊരു 2 വിസിൽ വന്നോട്ടെ. ചില പയർ പെട്ടെന്ന് വെന്ത് വരും, അങ്ങനെയാണെങ്കിൽ ഒരു വിസിൽ മതി. എന്നിട്ട് പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് വെക്കാം. പയറൊക്കെ ഇതാണ്ടിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പയർ നമ്മൾ വേവാൻ വെക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്കുള്ള മത്തങ്ങയും കൂടി ഒന്ന് ചെത്തിയെടുത്ത് വെക്കാം. അധികം മൂക്കാത്ത മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തോലോട് കൂടി തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. മത്തങ്ങ ഓലം വെക്കാൻ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെയുള്ള കുറച്ച് വീതിക്കുള്ള ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുക. അധികം കനമില്ലാത്ത കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഒരു കോയിൻ്റെയൊക്കെ കനത്തിൽ മുറിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ പയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. അതുകൂടാതെ മത്തങ്ങ വേവിക്കുന്നതിലേക്ക് മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് എടുക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളക് തന്നെയാണ്. അതൊന്ന് നടുകെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കറി ആയി കഴിയുമ്പം എരിവ് വേണമെന്നുള്ളവർക്ക് ഈ മുളകൊന്ന് ഞെരടി ചാലിച്ചെടുത്താൽ മതി. എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് എടുത്ത് മാറ്റിയാലും മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മത്തങ്ങ വേവാണ്ട വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ, കാരണം നമ്മളിത് വളരെ കനം കുറച്ചിട്ടല്ലേ അരിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യില്ല. അതുകൊണ്ടൊരു 1/4 കപ്പ് വെള്ളമൊക്കെ മതി. നമ്മൾ നേരത്തെ പയർ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. വെള്ളം ഇല്ലെങ്കിൽ വേറെ തന്നെ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവെന്ന് പറഞ്ഞല്ലോ, ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ചപ്പോൾ പയറിന് വേവ് കുറവാണെങ്കിൽ മത്തങ്ങ വേവാൻ വെച്ചതിൻ്റെ കൂടെ തന്നെ പയർ ചേർത്താൽ മതി. പയറിപ്പം അത്യാവശ്യത്തിന് വെന്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ മത്തങ്ങ കുറച്ചൊന്നായിട്ടാണ് അതിലേക്ക് പയർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം കേട്ടോ. ആ മത്തങ്ങയൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ. ഇതിലേക്ക് ചേർത്തിട്ടുള്ള പയർ വേണമെങ്കിൽ നമുക്ക് ചേർക്കുന്നതിന് മുൻപൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മത്തങ്ങ പിന്നെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. 1.5 കപ്പ് അല്ലെങ്കിൽ ഒരു 2 കപ്പ് തേങ്ങ അരക്കിയതെടുക്കാം. അതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ കൈകൊണ്ട് തേങ്ങ നല്ലോണം ഒന്ന് ഞെരടി പിഴിഞ്ഞ് കട്ടിയുള്ള 1/4 പാലെടുത്ത് മാറ്റി വെക്കാം. അതൊരു 1/4 കപ്പ് 1/2 കപ്പ് ഉണ്ടാവുക, അതെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് 2/2 പാല് പിഴിഞ്ഞെടുക്കാം. നമുക്കൊരു 1.5 കപ്പ് 2/2 പാലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പീരയിലേക്ക് 1.5 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. 1/2 കപ്പ് വീതം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. 3 പ്രാവശ്യമായിട്ട് അങ്ങനെ അടിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തിരിക്കുന്ന 1.5 കപ്പ് 2/2 പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിമിൽ ഓയിൽ തന്നെയാണ് ഇരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മതി. അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കണേ. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് മുന്നിലേക്ക് നിൽക്കണ്ട, ഓലിന് ഉപ്പ് കുറച്ച് മതി. അപ്പോൾ ഇതാ നമ്മൾ 2/2 പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ചൂടായിട്ടേ ഉള്ളൂ, തിളച്ചിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കട്ടിയുള്ള 1/4 പാലും കൂടെ ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്ലെയിമും കൂടെ ഓഫാക്കുകയാണ്. ഇനിയിപ്പോൾ തീൻ്റെ ആവശ്യമില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം.
ഇനി ഈ വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കറിയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഓലനാണെന്ന് പറയുകയില്ല. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഓലൻ അത്ര ടേസ്റ്റ് ഇല്ലാത്ത കറിയാണെന്ന് വിചാരിച്ചിട്ട് ആരും മാറ്റി വെക്കരുത് കേട്ടോ. നമ്മൾ സദ്യയിൽ വിളമ്പുന്ന കറികളിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു ഓലൻ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.